രാവിലെ തന്നെ ഞങ്ങൾ റെഡി ആയിട്ട് കൊച്ചിയിലോട്ട് പോവാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും അജിനും അഭിരാമിയുണ്ട്. ഇന്നത്തെ യാത്രയ്ക്കുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിരാമിക്ക് എറണാകുളത്ത് കൊച്ചിയിൽ വെച്ചിട്ട് VFSൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പം ഇതുവരെ എൻ്റെ വീഡിയോസിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലായിരിക്കും, ഞാൻ പറഞ്ഞിട്ടില്ലായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് അവൾ നാട്ടിലില്ല, അവൾ UK പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് നമ്മളിപ്പോൾ കൊച്ചിക്ക് പോകുന്നത്. പോകുന്ന വഴി മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം വെട്ടമൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അറൗണ്ട് 10:30 ഒക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് ടൈമാണ്. അപ്പോൾ അതിനുള്ളിൽ എത്തണം. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ മാറിക്കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം, നേരെ ഓഫീസിലോട്ട് പോകണം, അത്ര തന്നെയുള്ളൂ. ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. നമ്മളിന്നൊരു യാത്രയിലാണ്. കാറിലിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം ഞാനിപ്പം ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി. പെട്ടൊക്കെ വന്നു തുടങ്ങി. ഇപ്പോഴും നമ്മൾ കൊച്ചിക്ക് പോവുകയാണ്. നിങ്ങൾ തമിഴിൽ കണ്ട് കാണും. ഞാൻ മാത്രമല്ല, എൻ്റെ ഒരാളുണ്ട്. ഹായ് പറയൂ. ഇവിടെ വേറെ ആളുണ്ട്. അപ്പം ഞങ്ങളിപ്പം ഫുഡ് കഴിക്കാനുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങിലാണ് അല്ലേ. എന്ത് കഴിക്കും എന്നുള്ളൊരു തീരുമാനം എത്തിയിട്ടില്ല. അപ്പോൾ ഒരാൾക്ക് ബീഫും പൊറോട്ടയും വേണം, അടുത്താൾക്ക് വെജിറ്റേറിയൻ ഫുഡ് മതി. ഞാനിപ്പം കറൻ്റ്ലി ആലപ്പുഴ നമ്മൾ ആ ബൈപ്പാസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ അപ്ഡേറ്റ്സ്. സോ ഇനി ഈ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് എവിടെ കഴിക്കാൻ കയറുമെന്ന് എനിക്കറിയില്ല, കയറുമ്പം കാണിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഇവിടുന്ന് നമ്മൾ കൊച്ചി വരെ പോകുന്നു, അവിടെ ചേർന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഉള്ള മിക്സ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗ് ആയിരിക്കും ഇത്, അല്ലേ അഭിരാമി? നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ എടുക്കാൻ ശ്രമിക്കാം. ഞങ്ങളിപ്പോൾ ഈ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ കയറണോ വേണ്ട എന്നുള്ള തീരുമാനം അങ്ങോട്ട് ആയില്ല. ഇവിടുത്തെ നല്ല കുറേ ഫുഡ് ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പം ഫുഡൊക്കെ ഇങ്ങനെ എവിടെയൊക്കെ ഉണ്ട് വേറെ ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ബീഫ് കറിയും പൊറോട്ടയും കഴിക്കാനാണൊരു വൈബ് ഉണ്ടെന്ന് പറഞ്ഞു. സോ നമ്മളിവിടെ തീരുമാനിച്ചില്ല, ഇവിടെ കയറണോ വേണ്ട എന്നുള്ളൊരു ചോദ്യത്തിൽ നിൽക്കുവാണ്. കിട്ടിയോ? നല്ല പൊറോട്ടയുടെയും ബീഫ് കറിയുടെയും ഫോട്ടോ കാണിച്ച് കൊതിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം മഴയുണ്ട്. മഴ ഇങ്ങനെ മാറി മാറി നിൽക്കുക. നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ടേ മഴ ഇങ്ങനെ പെയ്ത് നിൽക്കുക. അപ്പം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു. നല്ലൊരു ലൈറ്റ് ഇങ്ങനെ ആയി വരുന്നൊരു സമയം. എനിക്ക് ഈ ഒരു ടൈം ഭയങ്കര ഇഷ്ടമാണ്, കാരണം നമ്മളധികം കാണാറില്ലല്ലോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാൻ ഡിസൈഡ് ചെയ്തു. വെജിറ്റേറിയൻ ആണ്, എല്ലാവരുടെയും ബീഫും പൊറോട്ട എന്നൊക്കെ ഉള്ള എല്ലാം പോയി, ചമ്മിപ്പോയി. ഞാൻ ഹാപ്പിയാണ്. അപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ബട്ടൂര ആയിട്ടില്ല, എന്താണോ ഞങ്ങള് ബൈ ദ ബൈ തകർന്നു പോയി. ഞങ്ങള് പൊറോട്ട ഇല്ലെന്ന് പറഞ്ഞ് ചമ്മി ആദ്യം കളിയാക്കി ഇറങ്ങിയതായിരുന്നു. പക്ഷെ വലിയ ഹാപ്പിനെസ് ഒന്നും ഉണ്ടായില്ല. ഇവിടെ ദോശ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഗർഭ, ഇഡലി ഗർഭ, ദോശ ഗർഭ. ഞങ്ങളതുകൊണ്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചിലപ്പം ഇവിടുന്ന് ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ അല്ലേ അല്ലേ? ഓക്കെ, എന്നാ അതിനുള്ള അടുത്ത റെസ്റ്റോറൻറ്റ് എവിടെ പോകും എന്നുള്ളത് ഡിസ്കസ് ചെയ്യുക. എന്തായാലും വാഷ്റൂമിലൊക്കെ പോയി ഞങ്ങളൊന്ന് ഫ്രഷായി. സോ ചിന്തിക്കട്ടെ. പുറത്ത് മഴ ഇപ്പം ചെറുതായിട്ട് കുറഞ്ഞു. ഞങ്ങൾ കയറിയപ്പോൾ അത്യാവശ്യം നല്ല മഴയായിരുന്നു. അപ്പം നമ്മൾ ഈ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാം. ഇനി എവിടാ പോകുന്നതിൻ്റെ ഒരു തീരുമാനമായില്ല. നമുക്കിനി സെറ്റ് ചെയ്യാം അല്ലേ? അതിനൊരു സന്തോഷം നോക്കിയേ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ. അതല്ല പിന്നെ ബാത്റൂമിൽ പോയല്ലോ. അതാ, വാഷ്റൂമിൽ പോകാൻ ഞങ്ങൾക്കൊരു ടെൻഡൻസി കൂടിയിരുന്നായിരുന്നു. അപ്പൊ അത് നടന്നു. അപ്പൊ നമ്മള് ഈ ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ബൈപ്പാസിന്റെ അവിടെ ഉള്ള അവിടെയാണ് കയറിയത്. അവിടെ നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് പോവാം. ഇന്ന് ഏത് ദിവസം എനിക്കറിയത്തില്ല, കടയൊന്നും തുറന്നിട്ടില്ല. അറൗണ്ട് 7 മണി ആയതല്ലേ ഉള്ളു, അതുകൊണ്ടായിരിക്കും. പിന്നെ മഴയും ഇല്ലയോ, ഒരു കടയും തുറന്നിട്ടില്ല. ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കട തപ്പി പൊയ്ക്കൊണ്ടിരിക്കുവാണ്. എല്ലാം അടച്ചിട്ടേക്കുവാ. ഇതിപ്പോൾ ആലപ്പുഴ ടൗണിൽ ഉള്ളിൽ കുറേ കടകൾ നോക്കി, എല്ലാം അടച്ചിട്ടേക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ തോന്നുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ പക്ഷെ 6 മണിയാകുമ്പോൾ ചായക്കടയൊക്കെ തുറക്കും. അതെന്താണെന്ന് തോന്നുന്നു. ടൗൺ ആണത്ര ടൗൺ. ഞങ്ങൾക്ക് ആദ്യം ഒരു കട കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിച്ചോ? പിന്നെ വണ്ടി വിളിക്കാൻ പോവാന്നോ? നമ്മളിപ്പോ അറൗണ്ട് 1 മണിക്കൂറായിട്ട് ടൗണിൽ കിടന്ന് കറങ്ങുക. നമ്മളുടെ കാര്യങ്ങള് ആ കടയിലെ ദോശയെ കഴിച്ച് ഇറങ്ങിയാൽ മതിയായിരുന്നു.
ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, ഫുഡ് കിട്ടിയില്ല ഇതുവരെ. ആലപ്പുഴയുടെ ഭംഗി ഞങ്ങളിത് ഒപ്പിയെടുത്തോണ്ടിരിക്കുക. നിങ്ങളും കൂടെ കണ്ടു. നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. അതിനെല്ലാ കാഴ്ചകളും ഞങ്ങളെ മിസ് ചെയ്യാതെ കാണിക്കുന്നുണ്ട്. പൊറോട്ടയും ബീഫും കിട്ടുന്ന വരെ യാത്ര തുടരുന്നതാണ് നമ്മളുടെ ഒരു ഇത്. പത്മനാഭ ഹോട്ടൽ, നല്ലൊരു ഹോട്ടൽ കാണും. അജിനങ്ങനെ ആലപ്പുഴ മൊത്തം ചുറ്റിത്തിരിഞ്ഞ് നമ്മളെ ലാസ്റ്റ് ഈ ഒരു പത്മനാഭ ഹോട്ടലിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും നോക്കട്ടെ, അജിൻ പോയി നോക്കിട്ട് വരട്ടെ. ഇനി വീട്ടിൽ ശശിയാമയത്തോടാണ് അവര് പറഞ്ഞത് വീഡിയോ എടുക്കണ്ടാന്ന്. ചിലപ്പോ കൊറേ അടുത്ത് ഇങ്ങനെ നിർത്തി നോക്കി, പക്ഷെ ഫുഡൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടെന്നാണ് എന്റെ ഒരു മനസ്സ് പറയുന്നത്. അങ്ങനെ പറയാതെ, നീ അങ്ങനെ പറയാതെ. എന്തായാലും നോക്കട്ടെ. അജിന്റെ ഒരു നിപ്പ് കണ്ടിട്ട് ഫുഡ് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ തോന്നുന്നേ? എന്താണ് തോന്നുന്നത്? പെട്ടെന്ന് തിരിയുന്നുണ്ട്. ആ ഉണ്ട് 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 ഒരു ഹോപ്പ് ഉണ്ടല്ലോ മുഖത്ത്. ആ ഇറങ്ങാൻ പറഞ്ഞു. ഫുഡ് കിട്ടി. അങ്ങനെ നമുക്ക് കൊറേ നേരത്തെ ഒരു ഓ കമോൺ നമുക്ക് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് കഴിക്കാം. ആലപ്പുഴയിൽ ഇതിപ്പോ സ്ഥലപ്പേര്, സ്ഥലത്തിന്റെ പേരെന്തോ? ആലപ്പുഴയിൽ ഏകദേശം ഇത്രയും ദൂരം വരേണ്ട വന്ന് ഞങ്ങൾക്ക് അല്ലേ ഫുഡ് കിട്ടാൻ. അപ്പൊ ഞങ്ങള് പോയി കഴിക്കാതിരിക്കട്ടെ. ഞങ്ങളങ്ങനെ സീറ്റൊക്കെ പിടിച്ച് ഇരിക്കുകയാണ്. നമ്മൾ പൊറോട്ടയും ബീഫും. അങ്ങനെ നമ്മൾ എന്താണ് രാവിലെ ആദ്യമേ ആഗ്രഹിച്ചത് അത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൊറോട്ടയും ബീഫ് കറിയും. അപ്പൊ ഫുഡ് വരും. വി ആർ വെയിറ്റിംഗ്. ഇത് ഫുഡ് തേടി വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ട് വിശപ്പാൻ തുടങ്ങി ഇല്ലയോ? അങ്ങനെ വിശപ്പൊക്കെ വന്ന് ഞങ്ങള് കഴിക്കാൻ പോവാം. നമ്മളുടെ നല്ല ചൂട് പൊറോട്ട ആൻഡ് ബീഫ് കറി നല്ല ചൂടുണ്ട് ഇല്ലയോ? ചൂട് പൊറോട്ട ഇടുമ്പോൾ നല്ല സന്തോഷമാണല്ലോ. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. ഫാൻ ഇട്ടപ്പെട്ടതൊക്കെ തണുക്കും. മഴയൊക്കെ ആയിട്ട് ഫാനിൻ്റെ ഒരു മൂടില്ല. അപ്പൊ നല്ല ബീഫ് കറി അജിന് ഇങ്ങനെ ഒഴിക്കുകയാണ്. എനിക്കും ഒഴിച്ചറിയില്ല. അപ്പൊ നമുക്ക് കഴിക്കാം. നല്ല ആവി പറക്കുന്ന കറിയും പൊറോട്ട നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ സാവധാനം കഴിക്കട്ടെ. ഇതിനെ കഴിച്ചിട്ട് ഭയങ്കര അടിപൊളിയാന്ന് പറയുന്നത് കേട്ട്. നല്ല ടെൻഡർ ബീഫ്, നല്ല ചൂടുണ്ട്. അയ്യോ ടെൻഡർ ബീഫ് അല്ലേ? അടിപൊളി കിട്ടില്ല. അപ്പൊ ഞാൻ എന്നാലും ഈ ഒരു മഴയത്ത് ചൂട് പൊറോട്ട ബീഫ് കറി ഹെവൻ. അപ്പൊ ഞങ്ങള് സാവധാനം വേഗം കഴിക്കട്ടെ. സാവധാനം വേഗം കഴിച്ചിട്ട് എഴുന്നേക്കട്ടെ. സൂപ്പർ. ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു അവരാമീ? കൊറേ നാളിന് ശേഷമാണ് ആ ഒരു കോമ്പിനേഷൻ നമുക്ക് കിട്ടുന്നത്. പഴയ ഒരു കട. ആ ഫുഡിന് ആ ഒരു പഴയ ടേസ്റ്റ്, വിറകടുപ്പിന്റെ ഒക്കെ ആ ഒരു വൈബ് ടേസ്റ്റ്. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നല്ല വയറ് നിറച്ച് കഴിച്ച്. അപ്പൊ ഇത്രയും നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതോർക്കാൻ പറ്റിയ സന്തോഷം. അപ്പൊ നമ്മൾ വീണ്ടും നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പോകുന്ന വഴി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ കാണിക്കാം. നമ്മളങ്ങനെ കൊച്ചിയിലെത്തി. അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇവിടെ. നമ്മൾ എന്തുമേ മഴയിലാണ് വന്നത്. നല്ല തിരക്കുമാണ്. രാവിലത്തെ ഒരു മോർണിംഗ് ഓഫീസ് ടൈം ഒക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പം ഇടയ്ക്ക് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് ഇങ്ങനെ ഉറങ്ങിയില്ല, ഇങ്ങനെ കിടക്കുമായിരുന്നു. എല്ലാവരും ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ എന്താണ് പറയൂ, എന്താണെന്നുള്ളത് ഞങ്ങളിനി ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സോ നമ്മൾ റീച്ച് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തേവരയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കിനി നോക്കാം. ഓൺ ടൈം തന്നെ അപ്പോയിൻമെൻറ്റിന് കയറി. അപ്പം ഫോർ സം റീസൺസ് അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ വീഡിയോ കൂടെ ഒക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. ഞാൻ റീലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേയ്സ് അത് കുറച്ച് നാൾ നമുക്കൊക്കെ ഒന്ന് സെറ്റാവാൻ ടൈം എടുത്ത്. എനിവേയ്സ് ഇപ്പോൾ എല്ലാവരും ഓക്കെയാണ്. അവൾ നന്നായിട്ടിരിക്കുന്നു. UK-ലാണ് നേഴ്സിങ്ങിന് പഠിക്കാനായിട്ട് പോയേക്കുവാണ്. അപ്പം അതൊക്കെയാണ് അഭിരാമിയുടെ അപ്ഡേറ്റ്സ്. ഇനി നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇനി പോകുന്ന മറൈൻ ഡ്രൈവിലോട്ടാണ്. മറൈൻ ഡ്രൈവിൽ
പോയിട്ട് വാട്ടർ മെട്രോയിൽ കയറണമെന്നുള്ളൊരു ഐഡിയ ഇങ്ങനെ കിടന്നു. അപ്പം എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. സിലിക്കോണിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുകളിൽ തന്നെ ചെറിയൊരു കോഫി ഇങ്ങനെ നമുക്ക് ജ്യൂസസ് കുടിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. അത്യാവശ്യം ഫുഡും അവിടെ ഉണ്ട്. റെസ്റ്റോറൻറ്റ് പോലെ തന്നെയാണ്. അത്യാവശ്യം വലിയൊരു സ്പേസാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കയറി നമുക്കൊന്ന് ഡ്രിങ്ക്സ് എന്തെങ്കിലും ഒന്ന് കുടിച്ച്, ആദ്യം കോഫിയാണ് വിചാരിച്ചത്, പിന്നെ വിചാരിച്ച് കോഫി വേണ്ട, നല്ല ചൂടാണ് പുറത്ത്. അങ്ങനെ ഞങ്ങൾ നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് ഫൈനലി ഡിസൈഡ് ചെയ്തു. പിന്നെ കട്ട്ലറ്റും പറഞ്ഞു. നന്നായിട്ട് ഹെവി ആയിട്ട് കഴിച്ചിട്ടാണല്ലോ ഓൾറെഡി വന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്നും കഴിക്കാതെ ഇറങ്ങണ്ട, മേ ബി ഇനി ഫുഡ് കഴിക്കാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ക്ഷീണമാവുമല്ലോ. അപ്പോൾ ഒരു ചെറിയ കട്ട്ലറ്റും 3 നാരങ്ങ വെള്ളവും സോഡ ലൈമാട്ടോ പറഞ്ഞത്. അതും കുടിച്ച് സൊറ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ. ജസ്റ്റ് ആ ഒരു 1 ഗ്ലാസ് ഓഫ് സോഡ ലൈം ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾ ഏകദേശം അരമണിക്കൂർ കൂടുതലെടുത്ത്. അത്യാവശ്യം AC ഒക്കെ കൊണ്ട് ഇങ്ങനെ നാരങ്ങ വെള്ളവും കുടിച്ച് വർത്താനം പറഞ്ഞ് അവിടെ കുറേ നേരം ഇരുന്ന്. പിന്നെ ഞങ്ങൾ റിയലൈസ് ചെയ്യുന്ന സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, നമുക്ക് വേഗം വെളിയിൽ ഇറങ്ങണമെന്ന്. വെളിയിൽ ഇറങ്ങിയിട്ട് ആ വാക്വേ കൂടെ നടക്കുമായിരുന്നു. ഞങ്ങൾ വന്ന സമയത്തിൻ്റെ ആണെന്ന് അറിയത്തില്ല, തീരെ തിരക്കില്ലായിരുന്നു. വളരെ കാം ആൻഡ് പ്ലസൻറ്റ് വെതറും കൂടെ ആയിരുന്നു. എന്തായിരുന്നു സാധനം? ഞങ്ങളങ്ങനെ ലെമൺ ജ്യൂസൊക്കെ കുടിച്ച ശേഷം നമ്മൾ മറൈൻ ഡ്രൈവിലൂടെ ബാക്ക് ചെയ്യുകയാണ്. ഇവരാണ് ഫസ്റ്റ് ടൈമാണ് മറൈൻ ഡ്രൈവ് വരുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കുട്ടിക്ക്. ഹലോ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? നല്ല ഒരു ഇവിടെ നല്ല സുഖമുണ്ട്. നല്ല മഴയുടെ ഒരു വൈബായതുകൊണ്ട് വലിയ ഇതിൽ വെയിലൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് നടന്നിങ്ങനെ പോകാൻ സുഖമുണ്ട്. ഷിപ്പ് അത് വണ്ടി എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഞെട്ടി പോയി. വണ്ടിയാണല്ലോ ഷിപ്പ്. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ ആ വാക്വേ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് കൈ നോക്കുന്ന അമ്മൂമ്മമാരെയൊക്കെ കുറേ കണ്ടത്. അപ്പോൾ ഒരമ്മൂമ്മയെ കണ്ടപ്പോൾ നമുക്കൊന്ന് തോന്നി, ചുമ്മാ ഒന്ന് കൈ ഒന്ന് കാണിച്ച് കൊടുക്കുക. എനിക്കിങ്ങനെ നേരത്തെ നമ്മുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, നമ്മളുടെ ക്യാരക്ടറിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഒന്ന് കൈ നോക്കിയിട്ടൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ളൊരു മേഖലയാണ്. ഞാനങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാറില്ല. കാരണം എന്നെപ്പറ്റി എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് അമ്മൂമ്മ പറഞ്ഞ എല്ലാം കേൾക്കുമായിരുന്നു. അപ്പം അമ്മൂമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലതൊക്കെ ഭയങ്കര സാമ്യം തോന്നി. അത് കേൾക്കുമ്പോൾ ഉള്ളൊരു റിയാക്ഷൻ എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ട് അജിൻ്റെ കൈ കൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ രണ്ടുപേരുടെ ഏകദേശം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏകദേശം കറക്റ്റൊക്കെ ആയിരുന്നു. അപ്പം നമ്മളത് വളരെ ക്യൂരിയസ് ആയിട്ട് നിന്നെല്ലാം കേട്ട് അമ്മൂമ്മയുടെ അടുത്ത് ബായും പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നടന്നു. വാട്ടർ മെട്രോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊന്ന് ഇരുന്നിട്ട് അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ച്. അപ്പം ഞങ്ങളുടെ ഒരു ഫസ്റ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലോട്ട് വാട്ടർ മെട്രോയിൽ പോവുക, തിരിച്ചതുപോലെ വരിക. പക്ഷേ എവിടെ ഇത് പാളിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിപ്പോയി. നമ്മൾ നടന്ന് ബോട്ട് ജെട്ടിയിലാണ് എത്തിച്ചേർന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകണമായിരുന്നു നമ്മുടെ മെട്രോ സ്റ്റേഷനിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിവേയ്സ് നമ്മളങ്ങനെ ബോട്ട് ജെട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് പ്രാവിങ്ങനെ പറക്കുന്നൊരു സീനുണ്ടല്ലോ, അതെടുക്കാൻ വേണ്ടി വളരെ സാഹസികമായി നടന്നു പോവുകയാണ് ഞാൻ. ഒരു കാര്യമില്ല, അനങ്ങിയത് പോലുമില്ല പ്രാവ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ശശിയായി, അത് മാറ്ററല്ല. നമ്മൾ ബോട്ട് ജെട്ടി വന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് എടുക്കാൻ നേരം കുറേ ട്രിക്കി അവസ്ഥയുണ്ടായി. കുറേ നേരം നമ്മൾ അവിടെ നിന്ന് കറങ്ങി. കറക്റ്റ് കോയിൻസ് തന്നെ വേണമായിരുന്നു. നമ്മളുടെ ചില്ലറ ഇല്ലായിരുന്നു. എല്ലാവരും ഈ ഫോൺ പേയ്മെൻ്റൊക്കെ ആയതുകൊണ്ട് അത് പാടായിപ്പോയി. പിന്നെ അടുത്തുള്ളൊരു ചേച്ചി നമ്മളെ ഹെൽപ്പ് ചെയ്ത് കോയിൻസൊക്കെ കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളങ്ങനെ ബോട്ടിൽ കയറി നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിക്ക് പോവുക. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബോട്ടിൽ. അപ്പോൾ ഞാനിങ്ങനെ അഭിരാമി എടുത്ത് പറയായിരുന്നു, കുറേ നാളിന് മുമ്പ് തൊട്ടേ ഞാനും അജനും വാട്ടർ മെട്രോയിൽ കയറണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷേ ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. മേ ബി നിൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ഡിലേ ആയതെന്ന്. അപ്പം നമുക്കത് ഒരു എക്സ്പീരിയൻസ് വളരെ ആഗ്രഹമുള്ളതായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിനി ഫോർട്ട് കൊച്ചി എത്തിയിട്ട് അവിടുന്ന് റിട്ടേൺ എന്തായാലും വാട്ടർ മെട്രോയിലേ വരത്തുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടാണ് ഈ പോകുന്നത്. ഈ ഒരു ബോട്ടിൽ ഒരു യാത്രയും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നല്ല ചൂട് വരുന്നുണ്ടായിരുന്നു. നല്ല ചൂട് സമയം കൂടായിരുന്നു, ഉച്ച സമയമായിരുന്നു. അപ്പം അതിൻ്റേതായ ഒരു ടയേർഡ്നെസ് ഞങ്ങളുടെ ഫേസിലുണ്ട്. എന്നാലും നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. അങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഓരോ റോഡ്സൊക്കെ കാണുമ്പോൾ നമ്മൾ ബൈ റോഡ് പോകുമ്പോൾ ആ റോഡല്ലേ ഇതെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ത്രില്ലായിട്ട് ഞങ്ങൾ പോവാണ്. ഞാനിപ്പോൾ ഒരുപാട് തവണ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ടുണ്ട്. വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഷൂട്ടിന്, പ്രീ വെഡ് ഷൂട്ട്, പോസ്റ്റ് വെഡ് ഷൂട്ട്, അങ്ങനെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വട്ടം പോയിട്ടുണ്ട്. അതെല്ലാം പോയേക്കുന്ന കാറിലാണ്. അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ ബോട്ടൊക്കെ എടുത്ത് പോകുന്നത്. ഇതിനു മുമ്പ് വൈപ്പിൻ പോകാൻ വേണ്ടി ഒരു വട്ടം ജങ്കാറ് കയറി പോയിട്ടുണ്ട്. അതല്ലാതെ
ഞാൻ കൊച്ചി വന്നിട്ട് വെള്ളത്തിൽ കൂടെ ഒരു യാത്ര ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ എനിക്കതൊരു പുതു അനുഭവമായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു ടൈമിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആ വെയിലിൻ്റെ കാഠിന്യവും കൂടിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു. നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബോട്ടൊക്കെ ഇറങ്ങിയിട്ട് നടക്കുകയാണ്. ഈ ഒരു നടത്ത കുറേ ദൂരം അങ്ങോട്ട് നടന്നൊരു അന്തം കൊന്തമില്ല. നമ്മൾ എല്ലാ ജംഗ്ഷനും പാസ് ചെയ്ത് മുമ്പോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അജിനിങ്ങനെ ഒരു വെള്ളം കുടിക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കട നമ്മൾ കണ്ടില്ലായിരുന്നു. ഈ തുണിയൊക്കെ ഉള്ള അങ്ങനത്തെ കുറേ ഷോപ്സ് ആയിരുന്നു വഴിയിൽ നമ്മൾ കണ്ടത്. അങ്ങനെ ഫൈനലി ഒരു വെള്ളം കുടിക്കുന്ന കട കണ്ടപ്പോൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങളങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേണ്ട കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഫേവറേറ്റ് ആണ് കരിമ്പ് ജ്യൂസ്. ടേസ്റ്റ് അങ്ങോട്ട് സെറ്റായില്ലല്ലേ? ഇല്ലേ, അത്യാവശ്യം നടന്ന് വിയർത്തൊരു പരുവമായി. കരിമ്പ് ജ്യൂസ് അത്ര രസമില്ലായിരുന്നു. എനിക്ക് അല്ലെങ്കിൽ കരിമ്പ് ജ്യൂസ് ഇഷ്ടമല്ല. അവരുടെ ഇഷ്ടപ്രകാരം അവർ വാങ്ങിച്ചതാണ്. പക്ഷെ അവർ ഫ്ലോപ്പ് ഷോ ആയിരുന്നു എന്നാണ് അഭിരാമിയുടെ ഫേസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് എപ്പോഴത്തെ പോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ നടന്നതിൻ്റെയാണ് ഈ ക്ഷീണം. നന്നായിട്ട് വിയർത്ത് കുളിച്ച് ചുമ്മാ ഇങ്ങനൊരു ചുറ്റി അടിച്ചിട്ട് വീണ്ടും നമ്മുടെ വാട്ടർ മെട്രോയിൽ കയറി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് നടക്കുവാണ് ഇങ്ങനെ. പക്ഷെ എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡ്രിങ്ക്സ് കിട്ടുവാണെങ്കിൽ കുടിക്കണം. ഒരുപാട് പ്രാവശ്യം ഷൂട്ട് വന്നിട്ടുള്ളൊരു സ്പോട്ടാണിത്. വീണ്ടും അതേ സ്പോട്ടിലൂടെ നമ്മൾ നടക്കുന്നു. ഷൂട്ടിനല്ലാതെ നമ്മളിവിടെ വരുന്നത് ആദ്യമായിട്ടില്ല ഇതിനെ. നീ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? സ്നാപ്പ് ഗേൾ സ്നാപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നു. നടന്നിട്ട് എങ്ങനെയുണ്ട് ഫീലിങ്സ്? സൂപ്പർ ആയിട്ടുണ്ട്. ഓരോ മരങ്ങളുടെ വലുപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ചൂടി കണ്ടോ ഇവർ എന്തോരം പടന്നാ കിടക്കുന്നതിന്. കുഴഞ്ഞൊരു പരുവായിട്ട് വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി മെട്രോ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കാറ്റ് കൊള്ളുക. അജിനെ ആരോ ഇടയ്ക്കൂടെ ഒന്ന് സ്ഥലങ്ങളെ പറ്റി ധാരണയാക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയി. അയ്യോ, അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടോ? എൻ്റെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടയേർഡാണ്. നീ അത്രയും വിയർത്തില്ല. പക്ഷേ അവരെനിക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല അവസ്ഥയെ. കാലൊക്കെ ഒടിയുന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ കുറേ നടന്നു. എല്ലാം ഞാൻ വീടെടുത്തില്ല. ഞാനാണെങ്കിൽ വെള്ളം പോലും കുടിച്ചില്ല. ഇവരാണ് നല്ല കരിമ്പ് ജ്യൂസും കൂടി കുടിച്ച് അല്ലേ? നല്ലായിരുന്നു. സോ ഇനി ടിക്കറ്റ് എടുക്കുവാണ്. ഇനി നമുക്ക് വാട്ടർ മെട്രോ കയറി പോകാം. മെട്രോ കാടാ കൊച്ചി. കമോൺ പോവാം. കമോൺ അഭിരാമി. അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി പോവുകയാണ്. എനിക്കെപ്പോഴും പുതിയ എക്സ്പീരിയൻസ്, ചെറുതായാലും വലുതായാലും ഒരു വേറൊരു ത്രിൽ ഫീലിംഗ് ആണ്. അപ്പം ഞാൻ തുള്ളിച്ചാടി പോവുകയാണ് വാട്ടർ മെട്രോയിൽ കയറാൻ. ആദ്യമായിട്ട് മെട്രോയിൽ കയറിയപ്പോഴും എനിക്കിതേ ഫീലിംഗ് ആയിരുന്നു. രണ്ട് സൈഡിലും ചീനവലകളുണ്ട്. ഈ ചീന വലകൾ ഇത് സൺസെറ്റ് ടൈമിലൊക്കെ കാണാൻ വേറൊരു ഭംഗിയായിട്ട്. അത് എപ്പോഴോ ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചിയിൽ വന്ന സമയത്ത്. അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോയിൽ അകത്തോട്ട് കയറി. അപ്പം അത്യാവശ്യം വലിയ തിരക്കൊന്നുമില്ല. എന്നാലും എല്ലാവരും സീറ്റൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു. ഈ നമ്മുടെ മെട്രോയുടെ ഇൻറ്റീരിയർ പോലൊക്കെ തന്നെ തോന്നുന്നു. കുറച്ചുകൂടെ വലുതാണെന്ന് തോന്നുന്നു അകവശം കാണാനായിട്ട്. നമുക്ക് സൈഡ് സീറ്റൊന്നും കിട്ടില്ല. കിട്ടിയ സീറ്റ് നമ്മൾ പോയി ഇരുന്ന്. അപ്പം സൈഡ് സീറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ നല്ല വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എനിക്കിങ്ങനെ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീലേ വേറെ, വല്ലാത്തൊരു ത്രില്ലാണ് അത്. അപ്പം വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് അത് അനുഭവിക്കുമ്പോൾ കിട്ടുന്ന ത്രില്ലുണ്ടല്ലോ, അത് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ കുറേ നാൾ പോകണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും നമുക്ക് ഇപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയത്.
അപ്പോൾ എന്തായാലും ആ ഒരു ചാൻസ് യൂസ് ചെയ്ത് ഞാൻ ഹാപ്പിയാണ്. അഭിരാമിയുടെ കൂടെ പറ്റിയത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇനി അവൾ നാട്ടിൽ വന്നിട്ടാണ് അവളുടെ കൂടെ ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം നമ്മളങ്ങനെ പോവാണ്. ഞങ്ങളങ്ങനെ വാട്ടർ മെട്രോയിലെ സവാരി എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഇനി നമ്മൾ ഇപ്പം വീണ്ടും നമ്മുടെ കാറ് പാർക്ക് ചെയ്തേക്കുന്ന മറൈൻ ഡ്രൈവിൻ്റെ ആ ഭാഗത്തോട്ട് പോകും. ഇപ്പം ഏകദേശം 2:50 ഫുഡ് കഴിക്കാൻ സമയമായി. ഇനി നമ്മുടെ എത്തണം, വണ്ടി എടുക്കണം, എവിടെയെങ്കിലും കണ്ടുപിടിച്ച് ഫുഡ് പോയി കഴിക്കണം. അത് കഴിഞ്ഞാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മെയിനായിട്ട് ഷോപ്പിംഗ് ആയിരിക്കും, കുറച്ച് ഷോപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. സോ ഇനി നമ്മൾ ആ പാർക്ക് ചെയ്തേക്ക് നിർത്തോട്ട് പോകാൻ. നല്ല വെയിലുണ്ടല്ലേ, കരിയുന്ന തരത്തുള്ള വെയിൽ. രാവിലത്തെ ആ മഴയുടെ വൈബൊക്കെ അങ്ങ് പോയി, പൊള്ളുന്നു. ഞാനിനി അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വെയിലേ ഇല്ലല്ലോ. ഞാൻ ഹാപ്പിയായി. അപ്പം ഇനി പാർക്കിങ്ങിന് എടുത്തോട്ട് പോവാം. നമ്മൾ ഏകദേശം വണ്ടി ഇട്ടേക്ക് നല്ല ദൂരത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നടന്നു വന്നപ്പോഴത്തേക്ക് നല്ല ക്ഷീണമായി. ഞാനാണെങ്കിൽ അവിടെ നിന്ന് ആ ഒരു കരിമ്പ് ജ്യൂസൊന്നും കുടിച്ചില്ലായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തൊണ്ടയൊക്കെ ഉണങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല ഫ്രഷായിട്ട് പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞ് അവർ ഓറഞ്ചോ മറ്റോ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് വെള്ളം കുടിച്ചിട്ട് തന്നെ ഓർമ്മയില്ല. അത്രയ്ക്കും തൊണ്ട വരേണ്ട ഒരു പരുവമായിരുന്നു. അപ്പോൾ നല്ല ജ്യൂസൊക്കെ കുടിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നേരെ കാറിലോട്ട് പോയി കയറാം. ഞങ്ങളങ്ങനെ നടന്ന് പാർക്കിങ്ങിൽ ഫുഡ് കഴിക്കാൻ എവിടെ പോകണം എന്നുള്ള ഡിസ്കഷനില്ല. നമുക്ക് അടുത്തുള്ള എവിടെയെങ്കിലും കയറാം. ഇപ്പം ഏകദേശം 3 മണി ആവാറായി. ഇനി ഫുഡൊക്കെ കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ഏറ്റവും അടുത്ത് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ കയറാം. അപ്പോൾ നമുക്ക് വേഗം പോയി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് പോവാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് പോത്തീസ് കയറാമെന്നാണ്. അവിടെ ഇപ്പോൾ കുറച്ച് ഓഫേഴ്സൊക്കെ നടപ്പുണ്ട്. എന്നാലും വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് അവിടെ കയറാം. എവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നൊരു തീരുമാനമായില്ല. ഞാൻ കയറുമ്പോൾ കാണിക്കാം. ഫുഡ് വേണ്ടെന്നോ? എനിക്ക് വിശക്കുന്നുണ്ട്. നിനക്കോ? എനിക്കൊന്ന് മുഖം കഴുകണം. എല്ലാവരും ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഡിസൈഡ് ചെയ്തിട്ട് കഴിക്കണോ കഴിക്കണ്ടായോ എന്ന് തീരുമാനിക്കട്ടെ. നമ്മൾ ഫൈനലി അരിപ്പയിലാണ് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചത്. നല്ല തിരക്കാണെന്ന് തോന്നുന്നു. വണ്ടി എവിടെ ഇടുന്നൊന്നും ഒരു അറിയില്ല. നമ്മളെന്തായാലും ഇവിടെ കഴിക്കാൻ തീരുമാനിച്ചു. നല്ല വിശപ്പായിട്ടുണ്ട്. ഇവിടെ എന്തായാലും ഉള്ളതെന്ന് വെച്ച് വാങ്ങിച്ച് കഴിക്കാം. കമോൺ. നമ്മൾ വണ്ടി ചാവി കൊടുത്തു. അവർ പാർക്ക് ചെയ്തോളാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ്. എന്താ ഉള്ളത് നോക്കാം. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി സീറ്റൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് എന്ത് ഓർഡർ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ച സമയമൊക്കെ കഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ പല സാധനങ്ങളും കഴിഞ്ഞു. അപ്പം ഉള്ളതിനകത്ത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഓർഡർ ചെയ്യുന്നൊരവസ്ഥയായിരുന്നു. ശരിക്കും ഞാൻ ക്ഷീണിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. എൻ്റെ അഭിരാമിയുടെയൊക്കെ ഫേസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ ചത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ക്ഷീണിച്ചു. കാരണം നമ്മൾ ഡെയിലി ബേസിസിൽ അത്രയും വെയിലിങ്ങനെ കൊള്ളുന്നില്ല. വെയിൽ കൊള്ളുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇത്രയും നടക്കുന്നില്ല. ശരിക്കും നടക്കാത്തതിൻ്റെയൊക്കെ പ്രശ്നമാണ് ഇങ്ങനെ ടയേർഡ് ആവുന്നത്. നമ്മുടെ സ്റ്റാമിന അതൊരു ചോദ്യചിഹ്നമായിട്ട് വരുന്നുണ്ട്. എത്രയും വേഗം വർക്കൗട്ടോടൊക്കെ തിരിയണമെന്നാണ് ഇപ്പം എൻ്റെ ഒരു മനസ്സിൽ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഫീൽ. എനിവേയ്സ്, ഫുഡിനെ പറ്റി പറയുകയാണ്. നൈസ് ഫുഡായിരുന്നു. അപ്പം ഒരു പ്രോൺസ് ബിരിയാണി പറഞ്ഞു, ചിക്കൻ ഫ്രൈ പറഞ്ഞു, പാലപ്പം പറഞ്ഞു, പിന്നെ ഒരു ബീഫിൻ്റെ എന്തോ ഒരു റോസ്റ്റ് പോണൊക്കെ പറഞ്ഞു, വേറെ എന്തോ പറഞ്ഞായിരുന്നു. അതിനെന്തോ വേറെ ഐറ്റം പറഞ്ഞു. അത് ടേബിളിൽ വന്നിട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് അത്യാവശ്യം ഇഷ്ടപ്പെടുകയും ചെയ്ത് ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. അടിപൊളിയായിരുന്നു ഫുഡ്. നമുക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഓർഡർ ചെയ്തെല്ലാം ഇഷ്ടപ്പെട്ട്. എനിക്ക് ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെട്ടു. നിനക്ക് എന്തോ ഇഷ്ടപ്പെട്ടത്? ഹൈലൈറ്റ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ലൊരു അതെ, റൈസ് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ കഴിച്ചപ്പോൾ തോന്നി ചിക്കൻ ബിരിയാണി വല്ലതും പറഞ്ഞാൽ മതിയായിരുന്നു എന്ന്. പക്ഷെ കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു, നല്ല സർവീസ് ആയിരുന്നു. അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡ് നല്ല ഹാപ്പി ആയിരുന്നു. ഇന്ന് കഴിച്ച 2 ഫുഡും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. ഫുഡ് ഹാപ്പി ആകുമ്പോൾ തന്നെ നമ്മളുടെ ഒരു യാത്ര അടിപൊളി എന്ന് പറയത്തില്ലേ, ഞങ്ങൾ ആ ഒരു മൂഡിലാണ് പോകുന്നത്. ഇനിയിപ്പോൾ പോകുന്നത് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് പരിപാടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്. അപ്പം നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു ബ്ലോക്ക് പോലുള്ള സിഗ്നൽ വരുമ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, വൈകുന്നേരം ഈവനിങ് ഇപ്പം അറൗണ്ട് 5 മണിയോളമായി. അപ്പം അതിൻ്റെ ഒരു തിരക്ക് റോഡിലൊക്കെ ഉണ്ട്. അപ്പം അതനുസരിച്ച് നമ്മളിങ്ങനെ മെല്ലെ പോവുകയാണ്. ഇനി എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം ഇങ്ങനെ മെല്ലെയാണ് പോകുന്നത്. ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുന്ന ആ ഒരു തിരക്കുണ്ടല്ലോ. അപ്പം വണ്ടി ഇങ്ങനെ ഇവിടുന്ന് എല്ലാം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ മെല്ലെ പോവുകയാണ്. എല്ലാ പരിപാടിയും മുടിഞ്ച് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ലേറ്റാണ്. എന്തായാലും ലേറ്റായിട്ട് എത്തത്തുള്ളൂ. അപ്പം നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോകുകയാണ് ഗൈസ്. ഞങ്ങളങ്ങനെ പോത്തീസിലെത്തി. ആഡിസെയിലിൻ്റെ പരസ്യം ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇവിടെ ആഡിസെയിൽ നടക്കുന്ന നല്ല ഓഫർ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയത്. മെയിനായിട്ട് സാരിയുടെയൊക്കെ ഓഫറിനെ പറ്റിയാണ് കൂടുതൽ കേട്ടത്. അപ്പം ഈ ഒരു ഇവിടുത്തെ കളക്ഷനെ പറ്റി വലിയ ധാരണ നമുക്കില്ല. എന്നാലും 50% പലതിനും ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവളുടെ സൈസ് അനുസരിച്ച് മെയിനായിട്ട് അഭിരാമിക്കായിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നത്.
കൂട്ടത്തിൽ എനിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സ്ട്രാ ബോണസ്. അങ്ങനെ ഞങ്ങൾ നോക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. എന്നാലും നമ്മൾ എന്തായാലും വന്നതല്ലേ, എന്തായാലും കുറച്ച് കളക്ഷൻസ് നോക്കിയിട്ട് കുറച്ചെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ നേരം ട്രൈ ചെയ്ത് നോക്കി, ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാണിച്ചാൽ ഇങ്ങോട്ട് കാണിച്ചാൽ മിടിക്ക് കമോൺ. ആക്ച്വലി ഷോപ്പ് ചെയ്യാൻ വന്നിട്ട് ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതെ, ഒന്നുമില്ല, എന്താ നമുക്കൊന്നും കണ്ട് എടുക്കാൻ പോലും തോന്നുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പേ ട്രെൻഡ് ഔട്ടായ കുറേ സാധനങ്ങളാണ് കിടക്കുന്നത്. എല്ലാം ഇവിടുത്തെ ട്രെൻഡാണ്, വിത്ത് നോ എക്സ്ചേഞ്ച് ഓഫർ. എക്സ്ചേഞ്ച് വില എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമായില്ല. എല്ലാവരും ഇവിടെ വരും, ഷോപ്പ് ചെയ്യൂ. അതെ, ആഹ്ലാദിക്കും. ആഹ്ലാദിക്കും. Ma'am, just try this one. Oh my god. Variety ആയിട്ടുണ്ട്. Oh my god, so cheap. You like that? ഇതിലിട്ട് വരും വെച്ച് പിടിച്ച്. അതെ, സെയിം അതാണ്, സെയിം. ഇത് സെയിം അല്ലേ അത്? Same but different. നോ മണി നോ ഹണി. ഇങ്ങനെ സാധനത്ത് കാണിക്ക് ഇങ്ങനെ. അങ്ങനെ പോത്തീസിലെ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വലിയ വിജയഗാഥ മുഴക്കി ഇറങ്ങിയതായിരുന്നു. ഒന്നും കിട്ടിയില്ലല്ലേ? മേ ബി സാരിക്കൊക്കെ കളക്ഷൻ കാണുമായിരിക്കും. നമുക്ക് നോക്കിയ സെക്ഷനിൽ ഒന്നും തന്നെ കിട്ടിയില്ല. എല്ലാം പഴയ ട്രെൻഡ്, കുറെ മിനുക്കമൊക്കെ ഉള്ളല്ലേ, സീക്വൻസ്, ആ ഒരു കൈൻഡ് ഓഫ് സാധനമുണ്ട്. പണ്ടൊക്കെ ഉള്ള ടൈപ്പ് കുറെ ടോപ്പുകള്, ക്രോപ്പ് ടോപ്പ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മെയിൻ റീസൺ നല്ല റേറ്റും ഉണ്ടായിരുന്നു എല്ലാത്തിനും. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടി എവിടെയും ഇട്ടിട്ട് മെട്രോ കയറി ജയലക്ഷ്മിയിലോ അങ്ങനെ ഏതെങ്കിലും 1-2 കടയിൽ കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് എടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പം അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. വൈകിട്ടായതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക്. അപ്പോൾ കാറിനകത്ത് ഇനി ഷോപ്പിൽ പോകാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇങ്ങനെ ഇഴഞ്ഞ് എപ്പോൾ എത്താനാ. അപ്പോൾ കരുതി മെട്രോയിൽ പോകാമെന്ന്. അതായിരുന്നു ഷോപ്പിങ്ങിൻ്റെ അവസ്ഥ. ഇനി അറിയില്ല, നമുക്ക് നോക്കാം. നല്ലതെന്തെങ്കിലും ഉണ്ടാവുമെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും എടുക്കാം. 50% ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചത്. ഇവിടുത്തെ ഈ പറഞ്ഞ ഷോപ്സിലെല്ലാം നല്ല ഓഫർ നടക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. നോക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പോവാം. ഷോപ്പിംഗ് കൂടെ അവസാനിപ്പിക്കാം. അതാണ്. നമ്മളങ്ങനെ പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിലെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനി നമുക്ക് മെട്രോ പിടിച്ച് അടുത്ത ഷോപ്പിലോട്ട് പോകാം. ക്ഷീണമായോ? ക്ഷീണം പോലൊക്കെ തോന്നും. നമ്മളിന്ന് കുറെ നടന്നെന്ന് തോന്നുന്നു. ശരിക്കും ആ ഫോട്ടോ വെച്ച് കുറേ നടന്നു. അങ്ങനെ ശരിക്കും ടയേർഡായത്. അല്ലെങ്കിൽ അത്രയും ടയേർഡാവത്തില്ല. ഞാൻ ഈ സ്റ്റേഷനിൽ കയറട്ടെ, മെട്രോയിൽ കയറിയിട്ട് കാണാം. നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷനെത്തി. നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അഭിരാമിയുടെ ഫേസ് ഇങ്ങനെ ഡള്ളായിക്കൊണ്ടിരിക്കുന്നു. നടന്നുകൊണ്ട് മാത്രമല്ല, അവളുടെ ഷൂ കുറച്ച് സീനായിരുന്നു. അപ്പോൾ അവളുടെ കാലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു ലംസ് പോലെ വന്നിട്ട് ചെറിയൊരു മുറിവ് പോലെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കൊട്ട് നടക്കാൻ വയ്യായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ കുറേ നേരം നടക്കുകയും കൂടെ ചെയ്തപ്പോഴത്തേക്ക് നല്ല ടയേർഡായി. ശരിക്കും അവൾ പറയും, ഞാൻ വാടിയ താമര പോലെയായി പോയെന്ന്. തുള്ളിച്ചാടി രാവിലെ വന്ന കൊച്ചാന്ന്. അപ്പോൾ നമ്മൾ മെട്രോ കയറി പോവുകയാണ്. നല്ല വ്യൂ അല്ലായിരുന്നു. ആ ഒരു പോകുന്ന വഴി കണ്ട ഒരു സ്കൈ കണ്ടില്ലേ, കൊച്ച് വാടിത്തിളന്ന് ഒരു അവിടെ ചാരി വെച്ചേക്കുന്നൊരവസ്ഥയായിരുന്നു. എന്നാലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യും. എല്ലാവരും ടയേർഡായിരുന്നു, സൂപ്പർ ടയേർഡെന്നൊക്കെ പറഞ്ഞൊരവസ്ഥയായിരുന്നു. നടന്നത് കുറച്ച് കൂടിപ്പോയി. അപ്പം നമ്മളിനി നേരെ പോകുന്നത് ജയലക്ഷ്മിയിലോട്ടാണ്. അപ്പം മെട്രോ സ്റ്റേഷനിൽ ഇരുന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നടന്നപ്പം നമ്മൾ ഇവിടെയും കുറച്ച് നമ്മൾ എക്സ്ട്രാ നടന്ന് നേരെ ഇറങ്ങേണ്ടത് MGയിലായിരുന്നു. നമ്മളതിന് പകരം കുറച്ച് മുന്നത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് കുറേയും കൂടെ ലാഗായി നടന്നു വന്നപ്പോഴത്തേക്ക്. അപ്പോൾ നമ്മളങ്ങനെ ജയലക്ഷ്മിയുടെ ഫ്രണ്ടിലെത്തി. മധുര സ്വപ്നങ്ങളെ ജയലക്ഷ്മി. ഈ ഒരു ആട് കാണാത്ത ആരുണ്ടല്ലേ? കൊച്ചുനാളത്തിലൊരു മെയിൻ വൈബ് ആടായിരുന്നു അത്. നിങ്ങൾ ആരെങ്കിലും അത്യാവശ്യം ബൾക്കിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജയലക്ഷ്മി നല്ലൊരു ഓപ്ഷൻ. അടിപൊളി ട്രെൻഡി ആയിട്ടുള്ള സ്ക്രാച്ച് ജീൻസ് ആയിക്കോട്ടെ, ബാഗി ആയിക്കോട്ടെ, എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എനിക്കും എടുത്ത് അഭിരാമിക്കും എടുത്ത്. അപ്പം നമ്മൾ
അത്യാവശ്യം അങ്ങനെ ബൾക്കായിട്ടൊക്കെ കുറച്ച് വാങ്ങിക്കാൻ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ വന്ന് വാങ്ങിക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഓൺലൈനിലൊക്കെ വാങ്ങിച്ച ക്വാളിറ്റിയാണ് ഞങ്ങൾക്ക് തോന്നി. ആ ഒരു റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ആ സെയിം ഒക്കെ തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ചൂസ് ചെയ്യാനും പറ്റി. ആ കൂട്ടത്തിൽ ഞാനും വാങ്ങിച്ചു 2 എണ്ണം. അപ്പോൾ എനിക്ക് ഹാപ്പിയായി, അവൾക്ക് ഹാപ്പിയായി. അതിനുശേഷം നമ്മൾ കുറച്ച് ട്രഡീഷണൽ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഒക്കെ സൈഡിലോട്ട് വന്നു. ഇങ്ങനത്തെ ബ്ലൗസ് പീസ് അതൊക്കെ നോക്കിയതേ ഉള്ളൂ, ഒന്നും എടുത്തില്ല. കാരണം മേ ബി ഇനി നെക്സ്റ്റ് എന്തെങ്കിലും ട്രഡീഷണൽ പരിപാടിയൊക്കെ വരുവാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നോക്കാമല്ലോ, ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ. ശരിക്കും സ്റ്റിച്ചഡ് ബ്ലൗസിൻ്റെ ചാകര തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യൂണിഫോം പോലൊക്കെ നോക്കുന്നവർക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മളൊന്നും എടുത്തില്ല ബ്ലൗസൊക്കെ. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേ ക്യൂട്ട് ഗണപതിനെ കണ്ടത്. ഇനി നമുക്ക് ബില്ല് ചെയ്യണം, അവിടെ നിന്ന് ഇറങ്ങണം, അത്ര തന്നെ. ഞങ്ങളങ്ങനെ ജയലക്ഷ്മിയിൽ നിന്ന് ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പോൾ ഇനി മെട്രോ സ്റ്റേഷനിലോട്ട് നടക്കുക. ഞങ്ങൾ അവിടുന്ന് വന്നപ്പോൾ കുറച്ച് ദൂരമായി. കാരണം ഞങ്ങൾ MG അവിടെ പോയി ഇറങ്ങിയത്. പക്ഷേ MGയിൽ ഇറങ്ങണ്ടായിരുന്നു, ഇവിടെ ഇറങ്ങിയാൽ മതി. മഹാരാജാസിൻ്റെ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു, അത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചേറെ ഞങ്ങൾ നടന്നു. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കും. ഒരു 500 മീറ്ററേ ഉള്ളൂ. ഇനി മെട്രോ സ്റ്റേഷനിലോട്ട് പോവുക. ഇനി അവിടുന്ന് ചെന്ന് കാറെടുത്ത് വേണം നമുക്ക് ഇറങ്ങാൻ. നടക്കുവാണ്, ഇന്ന് കുറേ നടന്നു. ഇന്നത്തെ ഇത്ര വാക്സ് ഉള്ള 30,000 എന്തോ എൻ്റെ ഒരു ഡെയിലി ഇത്ര വാക്സ് എന്നുള്ളത്. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് സ്റ്റാറൊക്കെ കിട്ടി. അയ്യോ കഴിഞ്ഞേ. ഇവിടെ 2 പേര് ഫ്രണ്ട് കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അവർ 2 മുന്നുണ്ട്. എന്തായാലും ഒരു ബാഗിൽ സാധനങ്ങൾ ഇട്ട് വന്നുകൊണ്ട് നമുക്ക് ഒരുപാട് കവറുകൾ ചുമക്കേണ്ട വന്നില്ല. അത് നല്ലൊരു കാര്യം. ഞങ്ങൾ കണ്ടപ്പം ഏകദേശം ഇതാണ് മെട്രോ സ്റ്റേഷൻ. അങ്ങനെ നടന്ന് മെട്രോ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞങ്ങൾ മെട്രോ കാത്തിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ കുറച്ച് പരിപാടികൾ കൂടെ ഉണ്ട്. അപ്പോൾ എത്രയും വേഗം നമുക്ക് പാർക്കിങ്ങിൽ എത്തണം. അതിനുശേഷം നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യണം, തിരിച്ച് വീട്ടിൽ പോകണം. നേരത്തെ പോകുന്നൊക്കെ എല്ലാവരും സൂപ്പർ ടയേർഡാണ്. ആദ്യമായിട്ടാണ് നമ്മളൊരു യാത്രയിലൊക്കെ വന്നിട്ട് ഇത്രയും ടയേർഡ്നെസ് തോന്നുന്നത്. മേ ബി ഞങ്ങൾ 2 പേരും മാത്രമുള്ളതിനേക്കാളും അവളിങ്ങനെ വയ്യാണ്ട് വരുന്നത് പോലെ തോന്നുമ്പോൾ നമുക്കൊരു വിഷമം വരുമല്ലോ. അതാണ് എത്രയും വേഗം കുറച്ച് പോകാൻ എന്ന റഷ് ഞങ്ങൾക്ക് ആയി തുടങ്ങിയത്. കാരണം അവൾക്ക് പോവാറായിരിക്കുന്ന ടൈമൊക്കെ ആകുമ്പോൾ കുറേ ടയേർഡായി നമ്മൾ ഫിസിക്കലി ബുദ്ധിമുട്ടൊന്നും ആക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും എല്ലാം വേഗം ചെയ്യുമായിരുന്നു. ഡെക്കാത്തലോണിൽ കയറേണ്ട കുറേ കാര്യമുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ കുറേശ്ശെയായിട്ട് എൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അഭിരാമി പോകുന്നതിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഷോപ്പിംഗ് നമ്മൾ ആ ഒരു മന്ത് ഫുൾ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെറുതെ 2 ക്യാപ്പ് കണ്ടപ്പോൾ ക്യാപ്പ് ട്രൈ ചെയ്ത് നോക്കണം, അതൊന്നും എടുത്തിട്ടില്ല. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കാൻ അജി സമ്മതിക്കത്തുള്ളൂ. എത്രയും വേഗം നമുക്ക് തിരിച്ചു പോകണം. അങ്ങനെ നമ്മൾ അവിടുത്തെ സാധനങ്ങളൊക്കെ വേണ്ടത് നോക്കി ആവശ്യമുള്ളതെല്ലാം എടുത്ത് ആവശ്യമില്ലാത്തതൊക്കെ വെറുതെ ഒന്ന് കണ്ട് ഇനി നേരെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അജും പോയപ്പോഴാണ് ഞാൻ ആ ഒരു എനർജി ബാർസ് കണ്ടത്. ഇവിടുത്തെ എനർജി ബാർസൊക്കെ കുറേ നല്ല ഫ്ലേവേഡായിട്ട് കൊള്ളാവുന്നതുണ്ട്. അപ്പം അതൊന്ന് 2 എടുത്തപ്പോൾ നമുക്ക് കാറിൽ നിന്ന് ഇങ്ങനെ കഴിക്കാമല്ലോ. അപ്പോൾ അതും എടുത്ത് ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളങ്ങനെ ഡെക്കാത്തലോണിൽ നിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുകയാണ്. 1-2 അത്യാവശ്യം സാധനം എടുക്കണമായിരുന്നു. കുറേ നാളായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നപ്പോൾ അതുകൂടെ എടുത്തു. അപ്പോൾ ഇനി വീട്ടിലോട്ട് പോവാണ്. നല്ല ടയേർഡായിട്ടുണ്ട്. കാരണം കുറേ നടന്നു. നമ്മളങ്ങനെ റെഗുലർലി അത്രയും നടക്കാത്ത ആൾക്കാരായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ട്. കാലിലൊക്കെ നല്ല വേദന. അഭിരാമിയാണെങ്കിൽ ഞൊണ്ടിയാണ് ഫ്രണ്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് എന്തായാലും വീട്ടിലോട്ട് പോവുകയാണ്. ലേറ്റായിട്ടുണ്ട്, ഞങ്ങൾ ഇറങ്ങുവാണ്. പിന്നെ ഞങ്ങൾ മെല്ലെ വർത്താനമൊക്കെ പറഞ്ഞ് പോവുമായിരുന്നു. എല്ലാവർക്കും കുറച്ച് ഉറക്കമൊക്കെ വരുന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ആലപ്പുഴ സൈഡൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പുട്ടും കട്ടനും, ഈ കട കുറേ പേർക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പം നമ്മൾ ആലപ്പുഴ വഴിയാണ് പോകുന്നതെങ്കിൽ എല്ലാവരും ടൗണെത്തുമ്പോൾ ഈ കടയിലൊക്കെ കയറി നൈറ്റ് സമയത്ത് കട്ടൻ കുടിക്കുന്ന നോർമൽ സംഭവം രാത്രിയിലൊക്കെയാണ്. ഇത് നല്ലൊരു ലേറ്റ് നൈറ്റ് ആയിട്ടൊക്കെ ഓപ്പൺ ആയിട്ടുള്ള കട കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇവിടെ കയറാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മിൻറ്റ് ലൈമല്ല മിൻറ്റിയാണ് പറഞ്ഞത്. എനിക്ക് ഫുള്ളൊരു പേസ്റ്റിൻ്റെ ഒരു അനുഭൂതിയാണ് വായിൽ വന്നത്. ഞാൻ ഒരിക്കലും അത് ഓർഡർ ചെയ്യത്തില്ലെന്ന് തീരുമാനിച്ചു. അവിടെ പാൽ ബൺ എന്നൊരു സംഭവം കണ്ടു. അപ്പം നമ്മൾ മറ്റേ ആ ഒരു എനർജി ബാർ മാത്രമേ കഴിച്ചുള്ളൂ. ഉച്ചയ്ക്ക് ഫുഡ് ഹെവി ആണ്ട് പിന്നെ ഒന്നും കഴിക്കാൻ വേണ്ടി തോന്നിയില്ല. അപ്പോൾ ആ ഒരു പാൽ ബൺ ഒരു ചെറിയ പീസ് എടുത്ത് ഞാനും അതിന് ഷെയർ ചെയ്തിട്ട് അതും ടേസ്റ്റ് ചെയ്തു. ഭയങ്കര ഹാർഡായിരുന്നു. ഇനി വേസ്റ്റ് ഞാൻ അത് ഇഷ്ടപ്പെട്ട് കഴിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഈ ഒരു ഡേ ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു ഡേ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ.